ഹിജ്റ 13 മുതൽ 23 വരെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണം നടത്തിയിരുന്നത്, അല്ലെങ്കിൽ ഖലീഫയായി നിലനിന്നിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് ബൈത്തുൽ മാൽ, പൊതു ഖജനാവ് സംവിധാനിക്കുക എന്നുള്ളത്. ബൈത്തുൽ മാൽ എന്തിനുള്ളതാണ്? സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് ആദ്യമായി തന്നെ ഒരു പൊതു ഖജനാവ് അതാണ് ബൈത്തുൽ മാൽ, പൊതു ഖജനാവ്. അത് മുമ്പില്ലായിരുന്നു. അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് അത് നിലവിൽ വരുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ ഹിജ്രി കലണ്ടർ, ഹിജ്റ മാസം ദിവസമൊക്കെ നോക്കി, അല്ലെങ്കിൽ ഹിജ്റ വർഷമൊക്കെ നോക്കി ഹിജ്റ കലണ്ടർ എന്നൊരു രീതി തന്നെ സംവിധാനം വെച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. അതുപോലെ ഇസ്ലാമിക നാടുകൾ ഭരണ സൗകര്യത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ കൂഫ, ബസറ, ഈജിപ്ത് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ പ്രത്യേക വിഭാഗങ്ങളായി തിരിച്ചു, ഓരോ പ്രവിശ്യകളായിട്ട്. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള ഒന്നാണ് സൈനിക മുന്നേറ്റങ്ങളും യുദ്ധങ്ങളും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് നടന്ന യുദ്ധങ്ങൾ, അതിന് ആരൊക്കെയാണ് ഉമർ റളിയല്ലാഹു അൻഹു സേനാധിപന്മാരായി ലീഡർഷിപ്പ് നൽകിയിരുന്നത്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ. പ്രധാന കമാൻഡർമാർ എന്ന് പറയാം, അതായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തിരുന്നത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അതുപോലെ അബു ഉബൈദ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖ സഹാബികളെ ആയിരുന്നു പ്രധാന കമാൻഡർമാരായിട്ട്, അല്ലെങ്കിൽ പ്രധാന നേതാക്കന്മാരായി, സേനാധിപന്മാർ, സൈനിക തലവന്മാരായിട്ടൊക്കെ തെരഞ്ഞെടുത്തിരുന്നത്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് പിന്നെ വളരെ വൈഡായ, എന്താ പറയുക, വ്യാപിച്ച പ്രദേശങ്ങളുണ്ട്. പേർഷ്യ എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് കേൾക്കില്ല. ഇന്നത്തെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഗ്ലോബൽ നോക്കിയാൽ പേർഷ്യ എന്നത് കാണാൻ കഴിയില്ല. എന്നാൽ പണ്ടത്തെ പേർഷ്യയാണ് ഇന്നത്തെ ഇറാഖ്, ഇറാനൊക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ്. ഇറാഖ്, ഇറാനും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള അല്പ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തെയാണ് പേർഷ്യ എന്ന് പറയുന്നത്. അതുപോലെ ഷാം എന്ന ഒരു രാജ്യം ഇന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. എന്നാൽ പഴയ ഷാമാണ് ഇന്ന് സിറിയ, ഫലസ്തീൻ, ജോർദാൻ, ലബനാൻ എന്നീ പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനാണ് മുമ്പ് ഷാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിക ഭരണം വ്യാപിച്ചു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഉണ്ടായ പ്രധാന യുദ്ധങ്ങൾ യർമൂക്ക് യുദ്ധം, ഖാദിസിയ യുദ്ധം, പിന്നെ ഈജിപ്ത് തന്നെ കീഴടക്കൽ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പതിവാക്കിയിരുന്ന പ്രത്യേക പ്രാർത്ഥനയുണ്ട്. എന്താണ് അതിൻ്റെ ആശയം? അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ എനിക്ക് രക്തസാക്ഷിത്വം, അതായത് ശുഹദ അല്ലെങ്കിൽ ഷഹാദത്ത്, നിന്റെ മാർഗത്തിൽ പോരാടി ഷഹീദാകാൻ കഴിയുന്ന ഒരു മഹത്തായ ഭാഗ്യം എനിക്ക് നീ നൽകണമേ എന്ന ആശയം വരുന്ന ഒരു പ്രാർത്ഥന ഉമർ റളിയല്ലാഹു അൻഹു പതിവാക്കാറുണ്ടായിരുന്നു. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായ സമയം ഒക്കെ ഇതിൽ പാഠത്തിൽ ശേഷമുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. നമ്മൾ ഇന്നലെ പകുതി ഭാഗം മാത്രമാണ് എടുത്തത് ആണല്ലോ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗം കൂടെ നമുക്ക് പറയാം. ഇന്നലെ നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞിരുന്നത് ഇസ്ലാമിക രാഷ്ട്രം വികസിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നേറ്റങ്ങൾ കാരണമായിട്ടുണ്ട്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അബു ഉബൈദ റളിയല്ലാഹു അൻഹു തുടങ്ങിയ അനുഭവ സമ്പന്നരായ സ്വഹാബികളെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് അയച്ചിരുന്നത്. അവരെ ഒറ്റയ്ക്ക് അയക്കുക എന്നല്ല, അവരുടെ നേതൃത്വത്തിലായിട്ട് സ്വഹാബികൾ. എന്നാൽ യുദ്ധങ്ങൾ ഒഴിവാക്കി സാധ്യമായിടത്ത് സുൽഹിന് ആയിരുന്നു മുൻഗണന നൽകിയിരുന്നത്. സാധ്യമാകുന്ന സ്ഥലങ്ങളിലെല്ലാം പരമാവധി യുദ്ധം ഒഴിവാക്കി ആളുകളുമായിട്ട് നല്ല ഐക്യം സ്ഥാപിച്ച് സമാധാന കരാറിലൊക്കെ ഒപ്പുവെച്ച് നല്ല ഐക്യത്തോടെ ജീവിക്കാനാണ് ഉമർ റളിയല്ലാഹു അൻഹു പ്രധാനമായി ഉദ്ദേശിച്ചിരുന്നത്. എല്ലാ പ്രദേശങ്ങളിലും പോയിട്ട് ചെറിയ രൂപത്തിൽ ശത്രുത കാണിക്കുന്നവരോടൊക്കെ യുദ്ധം ചെയ്യുക എന്നല്ല, ശത്രുത കാണിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കൂടെ ഇരുത്തി സംസാരിച്ച്
അത് അവരുമായിട്ട് സമാധാന കരാറിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് പരമാവധി സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. എന്നാൽ ശത്രുക്കൾ ഒരിക്കലും അനുവദിക്കാത്ത രീതിയിൽ യുദ്ധം അനിവാര്യമായി വരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ആ കാലഘട്ടത്തിൽ യുദ്ധം നടന്നിരുന്നത്. ഇനി പറയാം, പേർഷ്യ, ഇറാന്, ഇറാഖ്, അല്ലെ, ഇന്ന് നമ്മൾ കേട്ട് പരിചയമുള്ള ഇറാന്, ഇറാഖ്, ഷാം, സിറിയ, ഫലസ്തീൻ, ജോർദാൻ, ലബനാൻ, ഇതൊക്കെ, ഈജിപ്ത് തുടങ്ങിയ പ്രദേശങ്ങൾ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന് കീഴിൽ വന്നവയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യർമൂക്ക് യുദ്ധത്തിലൂടെ റോമക്കാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. യർമൂക്ക് യുദ്ധത്തിലൂടെ റോമക്കാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. സിറിയയും ഫലസ്തീനും മുസ്ലിം ഭരണത്തിന് കീഴിലാക്കി. സിറിയ, ഫലസ്തീൻ ഇവിടെയൊക്കെ മുസ്ലിം ഭരണത്തിന് കീഴിലാക്കി. ഖാദിസിയ യുദ്ധത്തിൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പേർഷ്യക്കാർക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ച്, പ്രഹരം എന്ന് പറഞ്ഞാൽ എന്താ, വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കി ഇറാഖ് അവരെ അടിച്ചമർത്തി തന്നെ ഇറാഖ് ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്നു. അല്ലെ, പേർഷ്യ എന്ന് പറയുന്നതിന് അകത്ത് വരുന്നതാണല്ലോ ഈ ഇറാഖും ഇറാനും ഒക്കെ. അങ്ങനെ ഇറാഖ് എന്ന സ്ഥലം അല്ലെങ്കിൽ രാജ്യം അത് ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്നു, അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചു. പിന്നാലെ അതിനെ തുടർന്ന് പേർഷ്യൻ തലസ്ഥാനമായ മദായിൻ മുസ്ലിംകളുടെ അധീനത്തിലായി. പേർഷ്യൻ തലസ്ഥാനമായ മദായിൻ എന്ന പ്രദേശം മുസ്ലിംകളുടെ അധീനത്തിൽ അവരുടെ അധികാരത്തിലായി, കീഴിലായി. ഹിജ്റ 20 അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഈജിപ്തും ഇസ്ലാമിക ഭരണത്തിന് കീഴിലായി. ഈജിപ്ത് അതുവരെ പൂർണ്ണമായി ഇസ്ലാമിന്റെ കീഴിലല്ല, കുറെ മുസ്ലിംകളും ആളുകളൊക്കെ ഉണ്ട് എന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഹിജ്റ 20 അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഈജിപ്ത് പൂർണ്ണമായും ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ പതിവായിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക് വജ്അൽ മൗതി ഫീ ബലദി റസൂലിക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതവിടെ ഇല്ല. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക്, അല്ലാഹുവേ ഉർസുഖ്നി, അല്ലാഹുമ്മ പ്ലസ് ഉർസുഖ്നി, ഉർസുഖ് എന്നാണ് ആ വാക്ക് കേട്ടോ. അത് അല്ലാഹുമ്മ എന്നതിലേക്ക് ചേർത്തി പറയുന്നത് കൊണ്ടാണ് അല്ലാഹുമ്മ ർസുഖ്നി എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ർസുഖ്നി, അല്ലാഹുവേ നീ എനിക്ക് നൽകണമേ, ഷഹാദതൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിലുള്ള ഒരു രക്തസാക്ഷിത്വം എനിക്ക് നൽകണമേ, നിന്റെ മാർഗത്തിൽ തന്നെ പോരാടി മരിക്കാനുള്ള ഭാഗ്യം എനിക്ക് അനുവദിക്കണമേ, എനിക്ക് തൗഫീഖ് നൽകണമേ. ഇതാണ് അതിൻ്റെ ആശയം. വജ്അൽ മൗതി ഫീ ബലദി റസൂലിക്, അതുപോലെ എൻ്റെ മരണം തന്നെ നിന്റെ റസൂലിന്റെ നാട്ടിലാക്കണമേ, അതായത് മദീനയിൽ തന്നെ ആക്കണമേ, എൻ്റെ മരണം മദീനയിൽ വെച്ച് ആക്കണമേ. വജ്അൽ മൗതി ഫീ ബലദി റസൂലിക്, നിന്റെ റസൂലിന്റെ നാട്ടിൽ തന്നെ വെച്ച് ആക്കണമേ എൻ്റെ മരണം. അള്ളാഹുവേ എന്നെ നീ നിന്റെ റസൂലിന്റെ നാട്ടിൽ ഷഹീദായി മരിപ്പിക്കണമേ. അതാണ്, അത് രണ്ടാമത്തതിന്റെ ആശയം മാത്രമാണ് കേട്ടോ. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക് എന്നതിന്റെ ആശയം ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ. ഒരു ദിവസം സുബ്ഹ് നിസ്കരിച്ചു കൊണ്ടിരിക്കെ അബൂ ലുഅ്ലുഅ എന്ന ശത്രുവിന്റെ വെട്ടേറ്റായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. ഒരു ദിവസം സുബ്ഹ് നിസ്കരിച്ചു കൊണ്ടിരിക്കുക. ആരാണ് സുബ്ഹിക്ക് ഇമാമ് നിൽക്കുക? ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അപ്പോ സുബ്ഹ് നിസ്കരിച്ചു കൊണ്ടിരിക്കെ അബൂ ലുഅ്ലുഅ എന്ന ശത്രുവിന്റെ വെട്ടേറ്റായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ നേട്ടങ്ങൾ സംഗ്രഹിക്കാം. അതൊരു കൃത്യമായ ഒരു ചാർട്ട് രൂപത്തിലാക്കി വരച്ചത് കാണിക്കാം. സാമൂഹികമായി ഉണ്ടാക്കിയ ഭരണ നേട്ടങ്ങൾ നമുക്കത് പറയുന്നതിന്റെ മുമ്പ് ഓക്കെ, അതും കൂടെ പറഞ്ഞ ശേഷം ഒന്ന് വായിക്കാനുള്ള സമയം അനുവദിച്ചു തരാം. എന്താണ് സാമൂഹികമായി നടത്തിയ നേട്ടങ്ങൾ? എന്തെല്ലാം? ഭക്ഷ്യസുരക്ഷ ഏർപ്പെടുത്തി, അല്ലെ, ബൈത്തുൽ മാൽ രൂപീകരിച്ചു. അതുപോലെ യാത്രാ സൗകര്യങ്ങൾക്ക്, യാത്രക്കാരായ ആളുകൾക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി ആവശ്യമായ വെള്ളം, അതുപോലെ ഭക്ഷണ സൗകര്യങ്ങളൊക്കെ വഴികളിലൊക്കെ ഏർപ്പെടുത്തി. ഇതൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ഉണ്ടാക്കിയ വിഷയങ്ങളാണ്. സാംസ്കാരികമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ഹിജ്റ കലണ്ടർ
സംവിധാനിച്ചു, രൂപപ്പെടുത്തി. അതുപോലെ ഭരണ സംവിധാനങ്ങൾ കൃത്യമായി ഓരോ പ്രദേശങ്ങൾ ഭരണങ്ങൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ വൈഡായ ഭരണപ്രദേശം ഓരോ പ്രവിശ്യകളാക്കി രൂപീകരിച്ചു. ആ പ്രവിശ്യകളിലേക്കൊക്കെ പ്രത്യേക ചുമതലകൾ ഏൽപ്പിച്ച് ഓരോ സേനാധിപന്മാരെയും ഗവർണർമാരെയൊക്കെ നിശ്ചയിച്ചു കൊടുത്തു. അവർക്ക് നിശ്ചിത സാലറിയൊക്കെ സംവിധാനിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അത് കൂടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയമായിട്ട് രാഷ്ട്രവികാസം, സൈനിക നീക്കങ്ങൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തുണ്ടായതാണ്. ഇതിൽ പറഞ്ഞ പ്രത്യേകമായ അറബി വാക്കുകളാണ് ബൈത്തുൽ മാൽ, പൊതു ഖജനാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബൈത്തുൽ മാൽ പൊതു ഖജനാവ്. അപ്പോൾ നമ്മൾ ഇത് രണ്ട് രൂപത്തിൽ പഠിക്കണം. ബൈത്തുൽ മാൽ എന്നതിൻ്റെ വാക്കർത്ഥമാണ് പൊതു ഖജനാവ്. പൊതു ഖജനാവിന് എന്താണ് അറബിയിൽ പറയുക? ബൈത്തുൽ മാൽ. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് രണ്ട് രൂപത്തിലേക്കും അത് എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കണം. അഹ്ലുൽ കിതാബ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. എന്താണ്? രാഷ്ട്രത്തിനകത്ത് മതസ്വാതന്ത്ര്യം, അല്ലേ, ഇതര മതസ്ഥരായ ആളുകൾക്കും സ്വാതന്ത്ര്യം നൽകിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ പിന്നെ പറഞ്ഞു അഹ്ലുൽ കിതാബിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ വരവോടെ മുൻ വേദഗ്രന്ഥങ്ങളെല്ലാം എന്തായി? ദുർബലപ്പെട്ടു, അവയ്ക്ക് സ്ഥാനമില്ല. പിന്നെ അത് നോക്കി വായിച്ച് അതിൽ നിന്ന് നിയമങ്ങൾ കണ്ടെത്തി അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കാൻ പാടില്ല, വായിക്കാൻ തന്നെ പാടില്ല എന്നാണ് പിന്നീട് പറഞ്ഞിരുന്നത്. മനസ്സിലായല്ലോ? എന്നാൽ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചും ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ചും അഖീദ എല്ലാം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പിന്നെ ഒരു ഗവേഷണം ചെയ്യാൻ വേണ്ടിയൊക്കെ പഠിക്കാനൊക്കെ ശ്രമിക്കാൻ വേണ്ടി അത് വായിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഖുർആനോ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ചോ അഖീദ, ഈ വിശ്വാസശാസ്ത്രം പൂർണ്ണമായി റെഡിയാവാതെ മറ്റു വേദഗ്രന്ഥങ്ങൾ വായിച്ച് നോക്കാൻ ശ്രമിക്കാൻ തന്നെ പാടില്ല. ഓക്കെ, അപ്പോൾ അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ മുൻ വേദക്കാരായ ആളുകളാണ് അഹ്ലു കിതാബ് എന്ന് പറയപ്പെടുന്നത്. അതുപോലെ സുൽഹിന് ശ്രമിക്കുമായിരുന്നു. പരമാവധി യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കി ആളുകളോടൊക്കെ നല്ല സമാധാന കരാറിൽ ഒപ്പുവെച്ച്, അല്ലേ, സമാധാന കരാറിൽ ഏർപ്പെട്ട് സുൽഹിന് ശ്രമിക്കുമായിരുന്നു. സുൽഹ് എന്ന് പറഞ്ഞാൽ സമാധാന കരാറാണ് ഉദ്ദേശിക്കുന്നത്, ഐക്യപ്പെടുക, സുൽഹ്. ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ.